അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് കോളർ ആയതുകൊണ്ട് കോളർ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് പീസില്ലേ അത് സൈഡ് ഒന്ന് വെറുതെ മടക്കി അടിച്ചു, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കണേ. അപ്പോൾ ഇതിങ്ങനെയല്ലേ വരണ്ടേ. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇനി നെക്ക് ബാക്ക് വശം എടുത്തു, ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിങ്ങോട്ടേക്കും. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ, ഇതായത് ആ തയ്ച്ച ഭാഗം മുകളിൽ, അതായത് നല്ല ഭാഗം ഇവിടെ വരണം കേട്ടോ. ഇങ്ങനെയാണ്. എന്നിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്യണേ. സൈഡൊക്കെ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നല്ല വശം എടുക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് മറിച്ചടിക്കുക. ഇനി നമുക്ക് പതിച്ചടിക്കാം. അപ്പോൾ ഇതിലൂടെ പതിച്ചടിക്കുന്ന ചെയ്യാം. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസ് വെച്ച് കൊടുക്കണം. ലൈസ് ഉണ്ടെങ്കിൽ ലൈസ് വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ഈ ഒരു ലൈസ് ഉണ്ട്. എപ്പോഴും ഞാൻ ഈ കയ്യിലുള്ളത് ഏതാണോ അതാണ് വെച്ച് കൊടുക്കൽ. ഇന്നതൊന്നുമില്ല. പിന്നെ മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ക്രീം കളർ ആണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കും. പിന്നെ പച്ച അങ്ങനെയുള്ളതൊന്നും വെക്കില്ല. ഇപ്പോൾ വൈറ്റും ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലൂടെ. ഇതുപോലെ എടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസ് ഇതുമ്മ മുകളിലേക്ക്, നല്ല വശത്തിന് മുകളിലേക്ക്. അപ്പം അതിന് മുൻപ് നമുക്ക് ഇതിൻ്റെ ഓപ്പൺ കൊടുക്കാനുണ്ട് കേട്ടോ, ഞാനത് മറന്നുപോയി. അപ്പോൾ അതാ ഇവിടെ ഒപ്പൊപ്പം വയ്ക്കുക. ഒപ്പൊപ്പം ആണെന്ന് അറിയാനായിട്ട് ഈ കൈക്കുടിയുടെ ഭാഗവും ഈ സൈഡും ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അവിടെ വരെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തെടുത്ത് കണ്ടോ. ഇനി നമ്മൾ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതെടുക്കുക. അതിൽ നിന്ന് ഒരു പീസ് ഇത് ഇത്തിരി മുകളിലേക്ക് കണ്ട ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഭാഗത്തിന്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതുപോലെ നേരക്ക് ഇങ്ങനെ അടിച്ച് നിർത്തുക. ഇത് കണ്ട ആ കട്ട് ചെയ്തതിൻ്റെ നേരെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതിങ്ങനെ വെച്ച് അല്ല അല്പം കയറ്റി വെച്ച് കൊടുത്തേ. ഇനി നമുക്ക് ഇപ്പം ഈ ലെഫ്റ്റ് ഭാഗമില്ലേ, ആ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് ഇത് താഴേക്ക് കട്ട് ചെയ്ത് മാറ്റാം. താഴെയുള്ളത് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെയുള്ളത് ഞാൻ നിർത്തി. ഇവിടെ ഇങ്ങനെ തന്നെ. ഇനി ഇത് ഇവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് കൊടുക്കണം, നല്ലതാണ്. അപ്പം ഇപ്പുറത്തേക്ക് വളഞ്ഞു കിട്ടും. ഇനി ഇതിനെ നിവർത്തി വയ്ക്കാം. എന്നിട്ട് ഇതിപ്പുറത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. നമുക്ക് എവിടേക്ക് ഓപ്പൺ, അപ്പം 2-3 ഓപ്പൺ വേണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു വി പോലെ കട്ട് ചെയ്ത് കൊടുക്കണം, ഈ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മടക്കി വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് അടിച്ചു വരണം. കണ്ടോ, ഒരു 1/4 ഇഞ്ച് വിട്ട് നിർത്തണം. എന്നിട്ട് ഒന്ന് വി ഷേപ്പ് താഴേക്കൊന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുകളിൽ. ഇപ്പം ഈ ചെയ്തത് നമുക്ക് ഇവിടെയും ഹുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇവിടെയും ചെയ്യാം. ഇത് ഈ ഭാഗം വരുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഇത് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പടി റോൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഐറ്റം വാങ്ങാൻ കിട്ടും കേട്ടോ, ഇതുപോലത്തെ. അപ്പം
അപ്പം അത് എത്രയാണോ നീളം അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ കട്ട് ചെയ്യണം. അതില്ലെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് അതുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ വാങ്ങില്ലേ, അതുപോലെ വരും. ഇതാ ഇതുപോലെ വെച്ച് നമുക്ക് എത്ര ഗ്യാപ്പിലാണോ വേണ്ടത് അതുപോലെ നീട്ടി വെച്ച് കൊടുക്കുക. നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഇതിനെ നൈറ്റിയുടെ പടി റോൾ എന്നാണേ പറയണേ. കണ്ടോ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ സൂചി പൊക്കിയതിന് ശേഷം ഇത് അതിൻ്റെ അടിയിലേക്ക് വെച്ച് ഇതിങ്ങനെ ഒപ്പം വെച്ച് കൊടുക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ആ നിർത്തിയ ഭാഗമില്ലേ, അപ്പം അവിടെയോ അതിന് മുകളിലോ നമുക്ക് എവിടെയാണോ ക്ലോസ് ചെയ്യേണ്ടത് അവിടെ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തിരിക്കുക. എന്നിട്ട് ഈ സെൻറ്റർ അറിയണം കേട്ടോ. ഞാനിപ്പോൾ മടക്കിയതിൻ്റെ ആ മടക്ക് എനിക്കറിയാം, അതുകൊണ്ടാണ്. അപ്പോൾ സെൻറ്റർ അറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കണം. അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതിങ്ങനെ വരണം കേട്ടോ, സെൻറ്ററായിട്ട്. എന്നിട്ട് ഇതിങ്ങനെ താഴെ വരുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി, അതുപോലെ ഇത് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കി, ഈ സെൻറ്റർ പോർഷനില്ലേ അത് ഇതിൻ്റെ നേരെ വരുത്തുക. കണ്ട? ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് നമുക്ക് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹുക്ക് മാത്രമല്ല 2 ഹുക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനത് മറന്നുപോയി. ഇവർക്ക് ഫീഡിങ്ങിൻ്റെ കാര്യമുള്ളതാണ്, ഞാനത് മറന്നുപോയി. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അങ്ങനെ വരുമ്പോൾ അല്ല, നമുക്ക് എവിടെയാണോ ഹുക്കിൻ്റെ ലാസ്റ്റ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്ക് ഈ ക്ലോസിങ് ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇങ്ങനെ വിടർത്തിയതിന് ശേഷം ഇവിടെ ഒന്ന് പതിച്ചടിക്കാം. ഇതിനുള്ളിൽ സ്റ്റിഫ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പതിച്ചടിച്ചേക്കണത്. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇവിടെ ഞാനിപ്പോൾ അങ്ങോട്ട് നീക്കിയപ്പോൾ ഒരു കട്ടിങ് ഉണ്ടായില്ലേ, അതങ്ങോട്ട് നൂല് കട്ട് ചെയ്ത് കളഞ്ഞു. കണ്ടോ? ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഷോൾഡർ ഫിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഷോൾഡർ ഞാൻ സ്റ്റിച്ച് ചെയ്തു, അത് വീഡിയോയിൽ വന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്ക് ഷോൾഡർ ഇല്ലേ, ഷോൾഡർ 2 എടുത്തിട്ട് ഈ അറ്റം മുതൽ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ട് അതിനുശേഷം സ്ലീവ് ഫിറ്റ് ചെയ്യണം. സ്ലീവ് ഫിറ്റ് ചെയ്യുന്നത് നിവർത്തി വയ്ക്കുക. എന്നിട്ട് സ്ലീവ് എടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഉണ്ടോ, ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഈ സെൻറ്ററിലെ അത് ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് സ്ലീവ് ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സ്ലീവ് ചെയ്തതിന് ശേഷം ഇനി സ്ലീവ് തമ്മിൽ ഒപ്പം വയ്ക്കാം. 9 ഇഞ്ച് വണ്ണം. ആ 9 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഒപ്പം വയ്ക്കാം. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിങ് ചെയ്തില്ലേ, അതിലേക്ക് ഇതുപോലെ അടിച്ചു വരണം കേട്ടോ. എന്നിട്ട് സൈഡിലേക്ക് ഷേപ്പ് ചെയ്ത് പോകണം. ഇതുപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. താഴെ നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, ഇത് ആ ലെങ്ത്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് നമ്മുടെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് തന്നെ കോളർ വയ്ക്കാൻ പോണേ കേട്ടോ. അപ്പോൾ കോളറിന് ഞാൻ ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, 2 പീസ് എടുത്ത്. അപ്പോൾ ഇത് നല്ല വശങ്ങൾ ഒരേപോലെ മടക്കി വെച്ച്, എന്നിട്ട് ഇതുപോലൊരു സ്റ്റിഫ് എടുത്ത്, എന്നിട്ട് ഇത് ഒരു 12 ഇഞ്ച് ഉണ്ട്. ആ 12 ഇഞ്ച് ഇതുപോലെ മടക്കിയതിന് ശേഷം ഞാൻ ഈ സൈഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഇപ്പം ഞാനിത് തേര് വശമാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത ഭാഗത്താണ്. അപ്പോൾ തേര് വശത്ത് ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണേ. 1/2 ഇഞ്ച് നീക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഈ ഒരു ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണേ. എന്നിട്ട് ഇതിങ്ങനെ 1/4 ഇഞ്ച് വിട്ട്
കട്ട് ചെയ്യാം. ഇനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അരികിലൂടെ ഇതിങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് തന്നെ. നമ്മൾ സ്റ്റിപ്പുമ്മ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി. അപ്പം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചോക്ക് വെച്ച് വരച്ചാലും മതി. എന്നിട്ട് കോളർ വെക്കേണ്ട കോളർ എടുക്കുക. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ എടുക്കുക. എന്നിട്ട് ഇതാണ് നമ്മുടെ കട്ട് ചെയ്ത പോർഷൻ. ആ കട്ട് ചെയ്ത പോർഷൻ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ വെച്ചടിക്കുക. അപ്പം ഇവിടെ നമ്മൾ കഴുത്തുണ്ടല്ലോ, ആ കഴുത്ത് ഈ 1/2 ഇഞ്ച് കൂടിയാണ് പോകേണ്ടത്. നെക്കടിച്ചത് അതും സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. അത് കെട്ടിട്ട് കൊടുക്കുക. തിരിച്ചു വയ്ക്കുക. കണ്ടോ, നമ്മൾ നെക്കിൻ്റെ അരികിലൂടെ പോകണം. 1/2 ഇഞ്ച് വിടണം. ഇവിടെ 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് ഉള്ളത് കൊണ്ട് അതിനൊപ്പം പോയാൽ മതി. ഇനി ഇത് നേരെ ഇങ്ങോട്ട് മറിച്ച് വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്താൽ മതി. മടക്കാനൊന്നും നിൽക്കണ്ട. മടക്കുമ്പോൾ കനം കൂടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ തേര് വശം തന്നെ എടുത്തത്. എന്നിട്ട് ഇതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം, കോളർ വെച്ച്. അപ്പോൾ ഇത് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കോളർ നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിന് ഞാൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഷോ ബട്ടൺ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോ, താഴേക്ക് നല്ല വിസ്താരമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.